എറണാകുളം പനമ്പുകാട് ആനയിടഞ്ഞു. ക്ഷേത്ര ഉത്സവത്തിനിടെയാണ് ആനയിടഞ്ഞത്. ആനപ്പുറത്തിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ദൈവമേ, വീഡിയോ ദൈവമേ. രാഗിനുണ്ട് വിവരങ്ങളുമായി. രാഗിൻ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വല്ലാത്ത ഭയം തോന്നുന്നു. ആ ആനപ്പുറത്തിരുന്നവർ എങ്ങനെയോ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് വേണം തന്നെ പറയാനല്ലേ? ദൈവമേ, 10:30 മണിയോടുകൂടിയാണ് സംഭവിച്ചത്. പനമ്പുകാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് അവസാനത്തെ ദിവസമായിരുന്നു. അങ്ങനെ ഘട്ടത്തിലാണ് ആന ഇടഞ്ഞത്. ആദികേശവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. മുകളിലുണ്ടായിരുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. 4 പേർ മുകളിൽ ഉണ്ടായിരുന്നു. അതിൽ ആന ഇടഞ്ഞ ഘട്ടത്തിൽ അവർക്ക് താഴേക്ക് വീഴേണ്ടി വന്നു. അതിനുശേഷം ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? രാവിലെ എഴുന്നള്ളത്തിന് നിർത്തിയതാണ്. പെട്ടെന്ന് ആന ഒന്ന് തിരിഞ്ഞ് വട്ടം നിൽക്കുന്നു. അപ്പോൾ എന്തോ വണ്ടിയോട് തോന്നി ആന ഞങ്ങൾ മേളമൊക്കെ നിർത്തിയിട്ട് ആളെ ഇറക്കാൻ നോക്കിയിട്ട് ഇറങ്ങുന്നില്ല. തിരിച്ച് നമ്മൾ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ കുറേ സമയം എടുത്തിട്ടാണ് ഇത് ആന ഇവിടെ വരെ എത്തിയത്. ഇങ്ങനെ വട്ടം ഇങ്ങനെ മാറി മാറി നിൽക്കണം. വേറെ പ്രശ്നങ്ങളൊന്നും ആയിട്ട് ഉണ്ടാക്കിയില്ല. പിന്നെ അവസാനം ഈ 1-2 പേര് മരത്തിൻ്റെ മുകളിൽ നിന്ന് കയറി വന്നു. 2 പേരാണ് താഴേക്ക് വീണത് അല്ലേ? 2 പേരാണ് ഈ ആന കുടഞ്ഞിട്ടത്. ആശുപത്രിയിൽ പ്രവേശിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക് കാലിൽ ചെറിയൊരു പൊട്ടുണ്ട്. അവസാനം എങ്ങനെയാണ് അത്? ഇപ്പോൾ തളച്ചിട്ടുണ്ടല്ലോ. എന്തോ? ഇപ്പോൾ തളച്ചിട്ടുണ്ടല്ലോ. ആന തളച്ചു. ഇപ്പോൾ അവർ കൊണ്ടുപോവുകയും ചെയ്തു. തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ന് ക്ഷേത്രോത്സവം തീരെയായിരുന്നല്ലോ. ഇന്ന് തീരുന്ന ദിവസം മഹോത്സവമായിരുന്നു. ഒറ്റ ആനയാണോ ഉണ്ടായിരുന്നത്? ഒരു ആനയുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആനയെ തളച്ചിട്ടുണ്ട്. അതിനുശേഷം ലോറിയിൽ കയറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോയി പ്രത്യേക സ്ക്വാഡ് അടക്കം ഇവിടെ എത്തി. പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും സ്ഥലത്തുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ തന്നെ ഒരു പരിഭ്രാന്തിയിലാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ 2 പേർ മരത്തിൽ കയറി രക്ഷപ്പെട്ടു. മറ്റ് 2 പേരാണ് താഴേക്ക് വീണത്. ആന കുടഞ്ഞപ്പോൾ അവരെ ആശുപത്രിയിൽ ആക്കിയിട്ടുണ്ട്. നേരത്തെ തൃപ്രയാറിലും കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ സമാനമായിട്ടുള്ള ഒരു കാര്യം കണ്ടിരുന്നു. ആന ഇടയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിൽ ആന ഇടയുന്ന അടക്കമുള്ള സംഭവങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് അടിക്കടി. എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ആനയെ മാറ്റിയിരിക്കുകയാണ്. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സ്ക്വാഡുകൾ, അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട സ്ക്വാഡുകളും അതോടൊപ്പം തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളും ഇവിടെ ഉണ്ടായി. അവർ ആനയെ തളച്ചു. 2 മണിക്കൂർ കൊണ്ടാണ് ആനയെ തളച്ചത്. അതിനുശേഷം ഇവിടെ നിന്ന് പനമ്പുകാട് നിന്ന് ആനയെ കൊണ്ടുപോയിരിക്കുകയാണ്. ശരി.